ഇന്ന് എൻ്റെ ഒരു തട്ടിക്കൂട്ട് അച്ചാറാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. തട്ടിക്കൂട്ടെന്ന് പറഞ്ഞാൽ ഇവിടെ ആർക്കും പൊതുവേ എരി താല്പര്യമില്ല. അപ്പോൾ പിന്നെ എരിയും കുറച്ച് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അച്ചാറാണ് കേട്ടോ ഇത്. ഞാൻ അതിനെ തട്ടിക്കൂട്ട് അച്ചാറെന്നാണ് പറയാറ്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് കടുക് കൂട്ടി കഴിയുമ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഒരല്ലി വെളുത്തുള്ളി അരിഞ്ഞിടാൻ പഠിച്ചിട്ട് അതും ചതച്ചാണ് കേട്ടോ ഇട്ട് കൊടുത്തത്. അത് കഴിഞ്ഞിട്ട് കുറച്ച് ചതച്ച മുളക് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് പച്ചമണം മാറണമല്ലോ ഈ പൊടിയിലേക്ക്. അപ്പോൾ പിന്നെ കുറച്ച് മുളക് പൊടിയും കൂടെ ഇട്ട് ഞങ്ങൾക്ക് വളരെ കുറച്ച് എരിവ് കുറച്ച് എരിയാണ് കേട്ടോ ഇട്ട് കൊടുത്തത്. പിന്നെ കുറച്ച് കായപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇതൊന്ന് നന്നായിട്ടാവുന്ന എണ്ണയിലൊന്ന് മൂത്ത പച്ചമണം മാറാൻ വേണ്ടി കേട്ടോ. പിന്നെ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തു കേട്ടോ. ഇനി ഇതും കൂടെ മിക്സ് ചെയ്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യണം കേട്ടോ. കാരണം ആ പാത്രത്തിൽ കുറച്ച് ചൂട് നിൽക്കും. അപ്പോൾ പിന്നെ മാങ്ങ കൂടെ ഇടുമ്പോൾ ഒരു വെന്തതുപോലെ ആവാതിരിക്കാനാണ് കേട്ടോ ഫ്ലെയിം ഓഫ് ചെയ്ത്. ഇനി ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുമ്പോൾ എൻ്റെ തട്ടിക്കൂട്ട് അച്ചാർ റെഡിയാവും കേട്ടോ. കാരണം അച്ചാറുണ്ടെങ്കിൽ ചോറിൽ ഒരു കറി കുറച്ചുണ്ടാക്കിയാൽ മതിയല്ലോ, ഒരു കറിക്ക് പകരം അച്ചാർ വയ്ക്കാമല്ലോ എന്നുള്ള ഒരു രീതിയിലാണ് കേട്ടോ അച്ചാറുണ്ടാക്കിയത്. അപ്പോൾ എൻ്റെ തട്ടിക്കൂട്ട് അച്ചാറിവിടെ റെഡിയായി കേട്ടോ. അപ്പോഴത്തേക്ക് വൈകിട്ടത്തേക്ക് നൂഡിൽസ് ഉണ്ടാക്കാമെന്നാണ് കേട്ടോ വിചാരിച്ചിരുന്നത്. അപ്പോൾ അച്ചാർ വെച്ച് മാറ്റിയ പാത്രത്തിൽ തന്നെയാണ് കേട്ടോ അടുത്ത നൂഡിൽസ് വയ്ക്കണം. ഇതേപോലെ എന്നെപ്പോലെ ഒരു പാത്രത്തിൽ തന്നെ ഇങ്ങനെ ഒരുമിച്ച് കുക്ക് ചെയ്യണവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ആദ്യം നൂഡിൽസ് വേവിച്ച് തിളപ്പിച്ച് ഊറ്റി വെച്ച കേട്ടോ. അത് കഴിഞ്ഞിട്ട് കുറച്ച് ഓയിലിൽ വെജിറ്റബിൾസൊക്കെ ഇട്ടൊന്ന് വേവാൻ വെച്ച കേട്ടോ. അപ്പോഴത്തേക്ക് തൊട്ടപ്പുറത്ത് അടുപ്പിലേക്ക് കോഫി കുടിക്കാൻ വേണ്ടി കുറച്ച് പാൽ വെച്ചിട്ടുണ്ടായിരുന്നുണ്ട്. അപ്പോൾ അതും തിളച്ചായിരുന്നുണ്ട്. അപ്പോഴത്തേക്കും മലക്കറിയും വന്നായിരുന്നു. മലക്കറിയിൽ പിന്നെ ഓരോരോ മസാലയാണ് കേട്ടോ ഇവിടെ എടുക്കുന്നത്. 2 നൂഡിൽസിന് ഓരോരോ മസാല ഉപയോഗിക്കുന്നത്. കാരണം മസാല ഒരുപാട് ഇട്ട് ഇവിടെ ആർക്കും അങ്ങനെ ഇഷ്ടമില്ല കേട്ടോ. അപ്പോൾ ഇത്രയും 2 നൂഡിൽസിന് ഒരു മസാല എടുത്താണ് കേട്ടോ ഉണ്ടാക്കിയത്. അപ്പോൾ ഈ നൂഡിൽസ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോൾ പുറത്ത് നല്ല മഴയായിരുന്നു കേട്ടോ. നല്ല മഴയുണ്ടായിരുന്നു, കാറ്റും ഉണ്ടായിരുന്നു, ഇടിയും മിന്നലും വലുതായിട്ടില്ല എന്നാലും ചെറിയ രീതിക്ക് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ കോഫി എടുത്ത് ഈ കുക്ക് ചെയ്യേണ്ട സമയത്ത് തന്നെ കേട്ടോ അവിടെയൊക്കെ വൃത്തിയാക്കണം. അപ്പോൾ എല്ലാ പണിയും ഒരുമിച്ച് തരും, അല്ലെങ്കിൽ കുക്ക് ചെയ്തിട്ട് പിന്നെ വൃത്തിയാക്കാൻ നിൽക്കുന്നത്. അപ്പോൾ രണ്ടും ഒരുമിച്ചാണ് കേട്ടോ ചെയ്തത്. എന്നിട്ട് വെളിയിൽ ഇറങ്ങിയപ്പോൾ ആവശ്യം നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു. മുറ്റത്തൊക്കെ വെള്ളം കെട്ടിയിരിക്കുന്ന രീതിക്കായിരുന്നു കേട്ടോ മഴ പെയ്ത. അപ്പോൾ എൻ്റെ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ.